ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് 1ാം ക്ലാസ് മക്കളുടെ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 1 ഫൺ വിത്ത് ഷേപ്സ് എന്ന ചാപ്റ്ററാണ്. മക്കൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യണേ. മക്കളെ, ആദ്യം ഒരു സോങ് ആണ് വരുന്നത്. ഡാഡ് മേക്കിംഗ് ദോശ. ദോശ ദോശ, ഹിസിംഗ് ദോശ, സിസ്ലിംഗ് ദോശ, ഡാഡ് മേക്കിംഗ് ദോശ, മോം സെർവിങ് ദോശ, സ്മോൾ ആൻഡ് റൗണ്ട് ദോശ, നൈസ് ആൻഡ് ടേസ്റ്റി ദോശ. മക്കളെ, ദോശയുടെ ഷേപ്പ് എങ്ങനെയുള്ളതാണ്? റൗണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ലെറ്റ്സ് ഡ്രോ എ ദോശ. നമുക്കൊരു ദോശ വരയ്ക്കാം. ജോയിൻ ദ ഡോട്ട്സ്. കുത്തുകൾ ചേർത്ത് വരയ്ക്കുക. മക്കളെ, ഇവിടെ ഒരു കുത്തുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു റൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുത്തുകളിലൂടെ മക്കൾ പെൻസിൽ ഉപയോഗിച്ച് വരച്ചിട്ട് എന്താണ് ഒരു റൗണ്ട് ദോശ ഷേപ്പ് ഉണ്ടാക്കാൻ അല്ലേ. അടുത്ത വലത് സൈഡ് എന്താ എഴുതിയിരിക്കുന്നത്? നൗ ഡ്രോ വൈ യുവർ സെൽഫ്. ഇനി നിങ്ങൾ സ്വന്തമായി വരയ്ക്കൂ. റൈറ്റ് സൈഡിൽ മക്കൾ ചെയ്യേണ്ടത് സ്വന്തമായിട്ട് ഒരു റൗണ്ട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി കളർ ദ പിക്ചേഴ്സ്. മക്കളെ, ഇവിടെ തന്നിട്ടുള്ള ചിത്രങ്ങൾ കണ്ടോ? തോണിയുടെയും വീടിൻ്റെയും പിന്നെ ചെടിയുടെയും സൂര്യൻ്റെയൊക്കെ പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചർ എന്ത് ചെയ്യുക? നിങ്ങൾ നിറം നൽകുക. എങ്ങനെയാണ് നിറം നൽകേണ്ടത്? സ്ക്വയർ വരുന്ന ഷേപ്പുകൾക്ക് എന്ത് കൊടുക്കണം? റെഡ് കളറും, സർക്കിൾ വരുന്ന ഷേപ്പുകൾക്ക് യെല്ലോ കളറും, ട്രയാങ്കിൾ വരുന്ന ഷേപ്പുകൾക്ക് ഗ്രീൻ കളറും നൽകുക. മക്കളെ, ഇതുപോലെയാണ് നിറം നൽകേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി അറൗണ്ട് ഹോം. വീടിന് ചുറ്റും. ലുക്ക് അറ്റ് ദ പിക്ചർ എബോവ്. മുകളിലെ ചിത്രം നോക്കുക. ആൻഡ് കളർ ദ വൺ ഗിവൺ ബിലോ. എന്നിട്ട് താഴെ നൽകിയിരിക്കുന്ന ചിത്രത്തിന് നിറം നൽകുക. മക്കളെ, മുകളിലത്തെ ചിത്രത്തിൽ ഉള്ള അതേ നിറം തന്നെ താഴെയുള്ള ചിത്രത്തിന് നൽകുക. മക്കളെ, ഇതുപോലെയാണ് നിറം നൽകേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി ഡ്രോ ആൻഡ് കളർ. വരയ്ക്കുകയും നിറം നൽകുകയും ചെയ്യുക. മക്കളെ, ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡ്രോയിങ് ആക്ടിവിറ്റിയാണ്. ഇടതുവശത്തുള്ള ചിത്രങ്ങൾ നോക്കി അതേപോലെ വലതുവശത്തുള്ള ബോക്സുകളിൽ വരയ്ക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ആ ട്രയാങ്കിളിന് പിന്നിലായി ചെറിയൊരു ട്രയാങ്കിൾ കൂടി വരയ്ക്കുക, അതായത് വാൽഭാഗം. തേർഡ് സ്റ്റെപ്പ് മീനിൻ്റെ ചിറകുകൾക്കായി മുകളിലും താഴെയും ചെറിയ ട്രയാങ്കിൾസ് വരയ്ക്കുക. ഫോർത്ത് സ്റ്റെപ്പ് കണ്ണ് വരയ്ക്കുകയും വാലിൽ കുഞ്ഞു ട്രയാങ്കിൾസ് വരയ്ക്കുകയും ചെയ്യുന്നതോടെ ഒരു ഫിഷിൻ്റെ ചിത്രം പൂർത്തിയാകുന്നു. അതിനുശേഷം മക്കൾക്ക് ഇഷ്ടമുള്ള നിറം നൽകി ഫിഷിനെ മനോഹരമാക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി ഡോട്ട് ഡ്രോയിങ്. പെൺകുട്ടി എന്താ പറയുന്നത്? ദെയർ ഈസ് എ സ്നാക്ക് വിച്ച് ലുക്സ് ലൈക്ക് ദിസ്. ഇതുപോലെ ഇരിക്കുന്ന ഒരു പലഹാരമുണ്ട് എന്നാണ് പെൺകുട്ടി പറയുന്നത്. ആൺകുട്ടി മറുപടി എന്താ പറയുന്നത്? യാ, സമോസ. അതെ, സമോസയാണ്. മക്കളെ, ട്രയാങ്കിൾ രൂപത്തിലുള്ള ഒരു പലഹാരം ഏതാ? സമോസ അല്ലേ. പിന്നെ വേറെ ഉണ്ടല്ലോ കേക്ക് പീസ്. ഇതെല്ലാം എങ്ങനെയായിരിക്കുന്നത്? ട്രയാങ്കിൾ രൂപത്തിൽ. ഈ പേജിൽ താഴെ വരുന്ന ആക്ടിവിറ്റി നോക്കൂ. ജോയിൻ ദ ഡോട്ട്സ് ആൻഡ് കളർ. കുത്തുകളിലൂടെ വരയ്ക്കാം, നിറം കൊടുക്കാം. മക്കളെ, ഇവിടെ ഒരു മരത്തിൻ്റെ ചിത്രമുണ്ട് അല്ലേ, അതിന് നിറവും നൽകിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ എന്താ? കുത്തുകളിലൂടെ വരയ്ക്കുകയും ആ ചിത്രത്തിന് നിറം നൽകുകയും ചെയ്യുക. മക്കൾ പെൻസിൽ ഉപയോഗിച്ച് ആ കുത്തുകളിലൂടെ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക. അതിനുശേഷം ആ ട്രീക്ക് ഇടത് സൈഡിലെ ചിത്രത്തിലെ പോലെ നിറം നൽകുക. മക്കളെ, ഇതുപോലെയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി കളർ ദ നെസ്റ്റ്. ഈ ആക്ടിവിറ്റി പാറ്റേൺ പൂർത്തിയാക്കാനുള്ള പ്രവർത്തനമാണ്. അതായത് മുൻപിലുള്ള ചിത്രങ്ങൾ ഏത് ക്രമത്തിലാണോ വരുന്നത് അതേ ക്രമത്തിൽ ബാക്കിയുള്ള ഭാഗങ്ങൾക്കും നിറം നൽകണം. ഒന്നാമത്തെ പാറ്റേൺ നോക്കൂ. ഇവിടെ ഒരു വലിയ ഗ്രീൻ ട്രയാങ്കിളും ചെറിയ യെല്ലോ ട്രയാങ്കിളും മാറി മാറി വരുന്നു. ഈ പാറ്റേണിൽ ലാസ്റ്റ് വരുന്ന 2 ട്രയാങ്കിൾസിന് നിറം നൽകിയിട്ടില്ല. ആദ്യത്തെ ചെറിയ ട്രയാങ്കിളിന് യെല്ലോ നിറവും വലിയ ട്രയാങ്കിളിന് ഗ്രീൻ നിറവും നൽകുക. സെക്കൻഡ് പാറ്റേൺ നോക്കൂ. ഇവിടെ ബ്ലൂ സ്റ്റാറും റെഡ് സ്റ്റാറുമാണ് ക്രമമായി വരുന്നത്. നിറം നൽകേണ്ട ആദ്യ സ്റ്റാറിന് ബ്ലൂ കളർ നൽകുക. ലാസ്റ്റ് സ്റ്റാറിന് റെഡ് കളർ നൽകുക. മൂന്നാമത്തെ പാറ്റേൺ നോക്കൂ. ഇവിടെ റെക്റ്റാങ്കിൾ, സർക്കിൾ,
ട്രയാങ്കിൾ എന്നീ 3 ഷേപ്പുകൾ കൊണ്ടുള്ള പാറ്റേൺ ആണ്. പിങ്ക് കളർ റെക്റ്റാങ്കിളിനും ഗ്രീൻ കളർ സർക്കിളിനും വയലറ്റ് കളർ ട്രയാങ്കിളിനും എന്നീ ക്രമത്തിലാണ് ഈ പാറ്റേൺ വരുന്നത്. നിറം നൽകേണ്ടതിൽ ആദ്യം കാണുന്ന റെക്റ്റാങ്കിളിന് പിങ്ക് നിറം നൽകുക. അടുത്ത് വരുന്ന സർക്കിളിന് ഗ്രീൻ കളർ നൽകുക. അവസാനത്തെ ട്രയാങ്കിളിന് വയലറ്റ് നിറം നൽകുക. മക്കളെ, ഇതുപോലെയാണ് നിറം നൽകേണ്ടത്. ലെറ്റ്സ് കളർ. നമുക്ക് നിറം നൽകാം. ലുക്ക് അറ്റ് ദ ഷേപ്സ് ഇൻ ദ പിക്ചർ ഓൺ ദ ലെഫ്റ്റ് സൈഡിലെ പിക്ചറിലെ ഷേപ്പുകൾ നോക്കൂ. കളർ only these in the picture on the right. ഈ ലെഫ്റ്റ് സൈഡിലെ ഷേപ്പുകൾ നോക്കിയിട്ട് റൈറ്റ് സൈഡിലെ അതേ ഷേപ്പുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിറം നൽകണം. മക്കളെ, ഇടത് സൈഡിൽ ഒരു റോബോട്ടാണ് തന്നിട്ടുള്ളത്. ഉണ്ടോ മക്കളെ? ആ റോബോട്ടിലെ ഷേപ്പുകൾ നോക്കുക. ഓരോ ഷേപ്പും റൈറ്റ് സൈഡിലെ പിക്ചറിൽ തന്നിട്ടുണ്ട്. മക്കൾ കണ്ടെത്തി ഓരോ ഷേപ്പിനും നിറം നൽകണം. മക്കളെ, ഇതുപോലെയാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി വെഹിക്കിൾസ്. പിക്ചറിൽ സർക്കിൾസ്, സ്ക്വയേഴ്സ്, ട്രയാങ്കിൾ എന്നീ രൂപങ്ങൾ കൊണ്ടുള്ള കാറും ബസ്സും വരച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വെഹിക്കിൾസിന് നിറം നൽകുക എന്നതാണ്. മക്കളെ, ഈ ചിത്രങ്ങൾക്ക് നിറം നൽകി മനോഹരമാക്കണേ. നെക്സ്റ്റ് ആക്ടിവിറ്റി റോബോട്ട്. ജോയിൻ ദ ഡോട്ട്സ് ആൻഡ് കളർ. മക്കളെ, ഇവിടെ ഒരു റോബോട്ടിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിലെ ഡോട്ട്സിലൂടെ അല്ലെങ്കിൽ കുത്തുകളിലൂടെ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക. അതിനുശേഷം റോബോട്ടിന് അനുയോജ്യമായ കളർ നൽകുക. മക്കളെ, താഴെ ആ ബോയ് എന്താ പറയുന്നത്? വാവ് മൈ റോബോട്ട്. എൻ്റെ റോബോട്ട് എന്ന് ആ ബോയ് പറയാണ്. ഗേൾ എന്താ പറയുന്നത്? ദെയർ ആർ സർക്കിൾസ് ഓൾസോ ഓൺ ഇറ്റ്. ഇതിലുമുണ്ട് വട്ടങ്ങൾ എന്ന് ആ ഗേള് പറയുകയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി മിസ്സിംഗ് പാർട്സ്. സീ ദ ഡോഗി ഇൻ ദ പിക്ചർ. ചിത്രത്തിലെ പട്ടുകുട്ടിയെ കണ്ടോ? ഡ്രോ ദ മിസ്സിംഗ് പാർട്സ് ഇൻ ദ പിക്ചർ ബിലോ. താഴെയുള്ള ചിത്രത്തിൽ വിട്ടുപോയ ഭാഗങ്ങൾ വരയ്ക്കൂ. മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് ലാപ്ടോപ്പിലെ ചിത്രത്തിലെ പട്ടുകുട്ടിയെ നോക്കി താഴെ അപൂർണമായി ഇരിക്കുന്ന ചിത്രത്തിൽ വാല്, മൂക്ക്, കാലുകൾ, ചെവികൾ എന്നിവ വരച്ചു ചേർക്കുക. മക്കളെ, ഇതുപോലെയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി ഡ്രോ ദ നെസ്റ്റ്. ഡ്രോ ദ നെസ്റ്റ് ഫിഗർ ഇൻ ഈച്ച്. ഓരോന്നിലും അടുത്ത ചിത്രം വരയ്ക്കുക. ഇവിടെ രൂപങ്ങൾ കൊണ്ടുള്ള പാറ്റേണുകളാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഓരോ പാറ്റേണിൻ്റെയും അവസാന പാറ്റേൺ കുത്തുകളിലൂടെ വരച്ച് ചേർക്കാനാണ് തന്നിട്ടുള്ളത്. മക്കൾ കുത്തുകളിലൂടെ പെൻസിൽ ഉപയോഗിച്ച് വരച്ച് ചേർത്താൽ മതി. ആദ്യത്തെ പാറ്റേൺ നോക്കൂ. 2 ചതുരം കുത്തുകളിലൂടെ വരച്ച് ചേർക്കാനുണ്ട് അല്ലേ? ഒരു ചെറിയ വര കൊണ്ടാണ് ഈ ചതുരങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പാറ്റേണിൽ ആദ്യം ഒരു ട്രയാങ്കിൾ, സെക്കൻഡ് 2 ട്രയാങ്കിൾ, തേർഡ് 3 ട്രയാങ്കിൾ, ഫോർത്ത് 4 ട്രയാങ്കിൾ വരുന്നുണ്ട്. ഈ ഫോർത്ത് വരുന്ന 4 ട്രയാങ്കിളിനെ കുത്തുകളിലൂടെ വരച്ച് ചേർക്കണം. ഈ പാറ്റേണിൻ്റെ പ്രത്യേകത ഓരോ ട്രയാങ്കിൾ വീതം കൂടി വരുന്നു. തേർഡ് പാറ്റേൺ നോക്കൂ. ഇവിടെ സർക്കിൾസ് ആണ് വരുന്നത്. ഒന്നാമത്തെ സർക്കിളിൽ 5 കറുത്ത പൊട്ടുകളുണ്ട്. രണ്ടാമത്തെ സർക്കിളിൽ 4 കറുത്ത പൊട്ടുകളുണ്ട്. മൂന്നാം സർക്കിളിൽ 3 കറുത്ത പൊട്ടുകളുണ്ട്. നാലാം സർക്കിളിൽ 2 കറുത്ത പൊട്ടുകളുണ്ട്. അഞ്ചാം സർക്കിളിൽ 1 കറുത്ത പൊട്ടുണ്ട്. മക്കളെ, ഈ അഞ്ചാമത് വരുന്ന വട്ടമാണ് നമുക്ക് കുത്തുകളിലൂടെ വരച്ച് ചേർക്കേണ്ടത്. ഈ പാറ്റേണിൻ്റെ പ്രത്യേകത വട്ടത്തിലെ ഓരോ പൊട്ടുകൾ വീതം കുറഞ്ഞു വരുന്നു എന്നതാണ്. നാലാമത്തെ പാറ്റേൺ നോക്കൂ. ഈ പാറ്റേൺ ബലൂണുകൾ കൊണ്ടുള്ളതോ ലോലിപോപ്പ് കൊണ്ടുള്ളതോ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് കണക്കാക്കാം. അപ്പം ടീച്ചർ ലോലിപോപ്പ് എന്ന് പറയുകയാണ്. ഓരോ ലോലിപോപ്പ് വീതം കൂടി വരുന്ന പാറ്റേൺ ആണ്. ആദ്യം 1, പിന്നെ 2, പിന്നെ 3, പിന്നെ 4. ഈ 4 ലോലിപോപ്പാണ് നാം കുത്തുകളിലൂടെ വരയ്ക്കേണ്ടത്. അടുത്ത് വരേണ്ട ലോലിപോപ്പുകൾ എത്രയായിരിക്കും? 5 ആയിരിക്കും അല്ലേ മക്കളെ? അഞ്ചാം പാറ്റേൺ നോക്കൂ. ആദ്യം 1 സ്ക്വയർ, രണ്ടാമത് 2 സ്ക്വയർ ചേർന്നത്, മൂന്നാമത് 3 സ്ക്വയർ ചേർന്നത്, നാലാമത് 4 സ്ക്വയർ ചേർന്നത്. ഈ നാലാമത് വരുന്ന ഈ 4 സ്ക്വയറിനെയാണ് നാം കുത്തുകളിലൂടെ വരച്ച് ചേർക്കേണ്ടത്. ഈ പാറ്റേണിൻ്റെ പ്രത്യേകത ഓരോ സ്ക്വയർ വീതം കൂടി വരുന്നു എന്നതാണ്. ആറാമത്തെ പാറ്റേൺ നോക്കൂ. ആദ്യം 4 ട്രയാങ്കിൾ, അടുത്തത് 1 സർക്കിൾ, 3 ട്രയാങ്കിൾ, അടുത്തത് 2 സർക്കിൾ, 2 ട്രയാങ്കിൾ, നാലാമത് 3 സർക്കിൾ, 1 ട്രയാങ്കിൾ.
ഇങ്ങനെ വരുന്നു. അവസാനം വന്ന 3 സർക്കിളും ഒരു ട്രയാങ്കിളിനെയുമാണ് നാം കുത്തുകളിലൂടെ വരച്ച് ചേർക്കേണ്ടത്. അടുത്ത് വരുന്നത് എങ്ങനെയായിരിക്കും? 4 സർക്കിളായിരിക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി കണക്ഷൻസ്. കണക്ട് ഈച്ച് ഫിഗർ അറ്റ് ദ സെൻറ്റർ ടു ഒബ്ജക്ട്സ് ഓഫ് ദ സെയിം ഷേപ്പ്. നടുവിലുള്ള ഓരോ ഷേപ്സിനെയും അവയുടെ അതേ ആകൃതിയിലുള്ള പുറത്തുള്ള വസ്തുക്കളുമായി യോജിപ്പിക്കുക. അതായത് മക്കളെ, നടുവിലുള്ള ട്രയാങ്കിൾ, സർക്കിൾ, സ്ക്വയർ എന്നിവയെ ചുറ്റുമുള്ള സമാനമായ വസ്തുക്കളുമായി വരച്ച് യോജിപ്പിക്കാനാണ് ഈ പ്രവർത്തനം. ട്രയാങ്കിളിനെ സമോസയുമായും ലീഫുമായും യോജിപ്പിക്കുക. സർക്കിളിനെ ക്ലോക്ക്, മുത്ത്, പ്ലേറ്റ്, പൊറോട്ട എന്നിവയുമായി യോജിപ്പിക്കുക. സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ട സമാന പിക്ചറിനെ ഒന്ന് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഏതാ? പുസ്തകം അല്ലേ? അതിനുശേഷം ഏതാ ബന്ധിപ്പിക്കേണ്ടത്? പെൻസിൽ ബോക്സ്, മൊബൈൽ ഫോൺ. ഇത്രയുമാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി ഡ്രോ എനി ഒബ്ജക്റ്റ് ഓഫ് ദ സെയിം ഷേപ്സ് സീൻ എറൗണ്ട് യു. നിങ്ങളുടെ ചുറ്റും കാണുന്ന ഇതേ ആകൃതിയിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ വരയ്ക്കുക. മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ വരുന്ന ഏതെങ്കിലും സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അത് അവിടെ വരയ്ക്കുക. ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരെണ്ണം പറഞ്ഞ ഉദാഹരണം സമോസ അല്ലേ? പിന്നെ കേക്ക് പീസ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. അടുത്ത് സ്ക്വയറിൻ്റെ മാതൃകയിൽ വരുന്നത് ഏതൊക്കെയാ? ബിസ്ക്കറ്റ് വരയ്ക്കാം, നോട്ട്ബുക്ക് വരയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും അതേ ഷേപ്പിൽ വരുന്നത് വരച്ചാൽ മതി. അടുത്ത് വരുന്നത് സർക്കിളാണ്. സർക്കിളിൻ്റെ ഷേപ്പിൽ വരുന്ന ഏതെങ്കിലും ഒരു സാധനം മക്കൾ വരയ്ക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി സോങ് ഓഫ് ഷേപ്സ്. ഷേപ്സുമായി ബന്ധപ്പെട്ട ഒരു സോങ്ങാണ്. വരികൾ കൂട്ടിച്ചേർക്കാനും ഈ സോങ്ങിലുണ്ട്. വാട്ട് ഈസ് റൗണ്ട്, വാട്ട് ഈസ് റൗണ്ട്. എന്താണ് വട്ടം, എന്താണ് വട്ടം. ദോശ ഈസ് റൗണ്ട്, ദോശ ഈസ് റൗണ്ട്. ദോശ വട്ടത്തിലാണ്, ദോശ വട്ടത്തിലാണ്. വാട്ട് ഈസ് റൗണ്ട്, വാട്ട് ഈസ് റൗണ്ട്. എന്താണ് വട്ടം, എന്താണ് വട്ടം. ബാങ്കിൾ ഈസ് റൗണ്ട്, ബാങ്കിൾ ഈസ് റൗണ്ട്. വള വട്ടത്തിലാണ്, വള വട്ടത്തിലാണ്. വാട്ട് ഈസ് റൗണ്ട്, വാട്ട് ഈസ് റൗണ്ട്. എന്താണ് റൗണ്ട്, എന്താണ് റൗണ്ട്. വീൽ ഈസ് റൗണ്ട്, വീൽ ഈസ് റൗണ്ട്. ചക്രം റൗണ്ടാണ്, ചക്രം റൗണ്ടാണ്. വാട്ട് ഈസ് റൗണ്ട്, വാട്ട് ഈസ് റൗണ്ട്. എന്താണ് റൗണ്ട്, എന്താണ് റൗണ്ട്. പ്ലേറ്റ് ഈസ് റൗണ്ട്, പ്ലേറ്റ് ഈസ് റൗണ്ട്. പ്ലേറ്റ് വട്ടത്തിലാണ്, പ്ലേറ്റ് വട്ടത്തിലാണ്. വാട്ട് ഈസ് ഒബ്ലോങ്, വാട്ട് ഈസ് ഒബ്ലോങ്. ബോക്സ് ഈസ് ഒബ്ലോങ്, ബോക്സ് ഈസ് ഒബ്ലോങ്. വാട്ട് ഈസ് ഒബ്ലോങ്, വാട്ട് ഈസ് ഒബ്ലോങ്. മൊബൈൽ ഫോൺ ഈസ് ഒബ്ലോങ്, മൊബൈൽ ഫോൺ ഈസ് ഒബ്ലോങ്. വാട്ട് ഈസ് ഒബ്ലോങ്, വാട്ട് ഈസ് ഒബ്ലോങ്. റിമോട്ട് ഈസ് ഒബ്ലോങ്, റിമോട്ട് ഈസ് ഒബ്ലോങ്. വാട്ട് ഈസ് ഒബ്ലോങ്, വാട്ട് ഈസ് ഒബ്ലോങ്. ബുക്ക് ഈസ് ഒബ്ലോങ്, ബുക്ക് ഈസ് ഒബ്ലോങ്. മക്കളെ, ഇതോടുകൂടി ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാനിച്ചു. മക്കളെ, 1ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകളുടെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ കാണുക. മക്കൾ, നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. മക്കളെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മക്കളെ ലൈക്ക് ചെയ്യാതെ പോവല്ലേ. വീണ്ടും കാണാം മക്കളെ. നന്ദി.